ഗൾസ് നിഹാൽ സാറാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായി പരീക്ഷയ്ക്ക് 5 മാർക്കിനും 8 മാർക്കിനും സ്ഥിരമായി മാറി മാറി ഷുവർ ക്വസ്റ്റിനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ ചാപ്റ്ററിലെ പൊളിറ്റിക്സിൽ. ആണ് റൈസ് ഓഫ് ചൈനീസ് എക്കോണമി, ചൈനീസ് എക്കോണമിയുടെ ഉദയം എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നിങ്ങൾ നിർബന്ധമായും അത് പഠിച്ചിരിക്കണം. അത് പഠിച്ചിട്ടേ പരീക്ഷയിൽ പോകാവൂ. അവിടെ നിന്ന് എന്തായാലും ഒരു എസ്സയോ ഒരു ഷോർട്ട് എസ്സയോ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി. മക്കൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് വേണ്ടി മറക്കണ്ട. നിഹാൽ സാറിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നേരിട്ട് ചോദിക്കാൻ നേരെ അങ്ങോട്ട് വന്നാൽ മതി. അവിടെ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റഡി ടിപ്സും ഒരുപാട് സ്റ്റഡി ടെക്നിയോ പരിപാടികളൊക്കെ നമ്മൾ നിഹാൽ സാർ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ എൻ്റെ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റൈസ് ഓഫ് ചൈനീസ് എക്കോണമിയാണ്. അതിൽ നമ്മൾ ഏതെല്ലാം ടോപ്പിക്കാണ് കറക്റ്റ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ലോക എക്കോണമി ആൾട്ടർനേറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് പവർ, അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രങ്ങൾ എന്ന ചാപ്റ്റർ നമ്മൾ ചൈനീസ് എക്കോണമിയെ പറ്റി പഠിക്കുന്നത്. അവിടെ നമ്മൾ യൂറോപ്യൻ യൂണിയനെ പറ്റി പഠിക്കുന്നത്, ആസിയാനെ പറ്റി പഠിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്ത് അമേരിക്കയ്ക്ക് ഒരു ബദൽ കേന്ദ്രമായി വളർന്നു വരുന്ന ഒരു വലിയൊരു സമ്പത്ത് എക്കോണമിയുടെ ആര് വളരെയാണ്? ചൈന വളരാണ് അല്ലേ? എവിടെ മുതലാണ് ചൈനയുടെ ഗ്രോത്ത് വളരാൻ വേണ്ടി തുടങ്ങിയത്? അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. 1970 ശേഷമാണ് ചൈനീസ് എക്കോണമിയിൽ ഗണ്യമായ മാറ്റം ഉണ്ടാകുന്നത്. എന്താണ് സംഭവം നോക്കുന്നത്? ചൈനീസ് എക്കോണമി ഹാസ് സക്സസ് ഇൻ സിൻസ് 1978. ഇറ്റ് ഹാസ് ബീൻ ലിങ്ക്ഡ് ടു ഇറ്റ്സ് റൈസ് എറ്റ് ഗ്രേറ്റ് പവർ. 1978 ചൈനീസ് എക്കോണമിയെ സംബന്ധിച്ചോളം ഏറ്റവും മർമ്മപ്രധാനമായ വർഷം അല്ലേ? 1970 മുതൽ പതുക്കെ ചൈനീസ് എക്കോണമിയിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 78 ഏറ്റവും പീക്കിലെത്തുന്നത് അല്ലേ? ഇപ്പം നിലവിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ആളുകൾ പറയുന്നത് 2040 ആകുമ്പോഴേക്കും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ മറികടന്നുകൊണ്ട് ചൈന ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ചൈനീസ് എന്താണ് സാമ്പത്തിക ശക്തിയായി മാറുന്നതാണ് പറയുന്നത് അല്ലേ? ശരിക്കും 1970 ചൈനീസ് എക്കോണമിയിൽ ഗണ്യമായ മാറ്റം വരുന്നത്. എന്താണ് അതിൽ ആദ്യ വരികയാണല്ലേ? 72 എന്താണ് അമേരിക്കയുമായിട്ട് ബന്ധത്തിലേക്ക് ആര് ഏർപ്പെടുകയാണ്? ചൈന ഏർപ്പെടുക അല്ലേ? കാരണം അത്രയും കാലം ചൈന അമേരിക്കയിൽ നിന്ന് ഒരു ഹൈഡ് സ്ട്രാറ്റജിയാണ് അമേരിക്ക ഫോളോ ചെയ്തത് അല്ലേ? ഒരിക്കലും ആരുമായിട്ട് അമേരിക്കയായിട്ടോ അമേരിക്കൻ സംവിധാനങ്ങളുമായിട്ടോ ചൈന ഒരുവിധ കണക്ഷനും പോയിരുന്നു അല്ലേ? എന്നാൽ 1972 അമേരിക്കയുമായിട്ട് സൗഹൃദബന്ധം അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് കണക്ഷൻ ചൈന സ്റ്റാർട്ട് ചെയ്യാണ്. എന്നാൽ തൊട്ടടുത്ത വർഷം അല്ലെ 1973 ചൈനയുടെ അന്നത്തെ പ്രീവറായിട്ടുള്ള ചൗ ഇൻ ലായ് എന്ത് കൊണ്ടുവരികയാണ്? ഫോർ മോഡേണൈസേഷൻ, 4 ആധുനിക അല്ലെ 4 മോഡേണൈസേഷൻ മലയാളം 4 നവീകരണങ്ങളായി ചൈന വരികയാണ്. ഏതെല്ലാം മേഖല നവീകരണം കൊണ്ടുവരുന്നത്? അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ആൻഡ് മിലിറ്ററി ആൻഡ് ടെക്നോളജിയിൽ 4 മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. ആ ഡെവലപ്മെൻറ്റിന് അവരിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പല ഡെവലപ്മെൻറ്റ് സ്റ്റെപ്പുകൾക്ക് തുടക്കം കുറിക്കുക അല്ലേ? അപ്പോൾ അത് നോട്ട് ചെയ്ത് നോക്കുക. എന്നാൽ പിന്നീട് 1978 എന്ത് ചെയ്യുന്നത്? അന്നേരം ചൈനയുടെ നേതാവായിട്ടുള്ള ഡെങ് സിയോങ് പിങ്, ഈ പേര് പഠിച്ചു, ഡെങ് സിയോങ് പിങ് ചൈനീസ് പേരാണ്. അന്ന് അവരെന്ത് ഓപ്പൺ ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരെന്ത് കൊണ്ടുവരും? ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം. കാരണം അത്രയും കാലം ചൈനീസ് എക്കോണമി ഒരു ക്ലോസ്ഡ് എക്കോണമി ആയിരുന്നു അല്ലേ? പുറത്തുനിന്ന് അങ്ങനെ വിദേശികൾക്കൊന്നും ചൈനയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം നൽകിയിരുന്നില്ല. എന്നാൽ ഓപ്പൺ ഡോർ പോളിസിയിലൂടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആര് ക്ഷണിക്കാൻ തുടങ്ങി? ചൈന ക്ഷണിക്കാൻ തുടങ്ങി. ചൈനയിലേക്ക് വിദേശ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടി തുടങ്ങി. ചൈനീസ് എക്കോണമിയിൽ ഗണ്യമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ തുടങ്ങി. ഏത് മുതൽ? 1978 മുതൽ. സോ ദിസ് പോളിസി വാസ് ജനറേറ്റ് ഹയർ പ്രൊഡക്ടിവിറ്റി ബൈ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ഫ്രം അബ്രോഡ്. ചൈന ഫോളോഡ് ഓൺ പാത്ത് ഇൻട്രൊഡ്യൂസിംഗ് മാർക്കറ്റ് എക്കോണമി. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ആളുകൾ ഇങ്ങനെ ചൈനയിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ചൈനീസ് എക്കോണമിയിൽ വലിയ സമ്പത്ത് ഇങ്ങനെ കുന്നുകൂടാൻ തുടങ്ങി. പക്ഷെ ഒരിക്കലും ചൈനീസ് എക്കോണമി എങ്ങോട്ട് പോയില്ല? ഒരു ഷോക്ക് തെറാപ്പിയിലേക്ക് പോയില്ല. എന്താണ് ചൈനീസ് എക്കോണമി ഷോക്ക് തെറാപ്പിയിലേക്ക് പോകാതിരിക്കാനുള്ള കാരണം? ചൈനീസ് എക്കോണമി ഷോക്ക് തെറാപ്പിയിലേക്ക് പോകാതിരിക്കാൻ കാരണം ചൈന എന്താ ചെയ്തത്? ചൈന കറക്റ്റ് സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ തയ്യാറാക്കി അവിടേക്കാണ് അവരെന്ത് ചെയ്തത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ എന്ത് ചെയ്തത്? അവർ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തത്. അല്ലാതെ ചൈനീസ് എക്കോണമിയെ കംപ്ലീറ്റ് അവർ തുറന്നു കൊടുത്തില്ല അല്ലേ? ചില പ്രത്യേക മേഖലകൾ സ്പെഷ്യൽ എക്കണോമിക് സോണുകളായിട്ട് അവിടേക്കാണ് വിദേശ നിക്ഷേപം അവർ സ്വീകരിച്ചത്. അതിലൂടെ ചൈനീസ് എക്കോണമിയിൽ ഗണ്യമായ മാറ്റങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ പിന്നീട് 2001 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലും ഭാഗമായി ചൈന ഭാഗമായി. അങ്ങനെയാണ് ചൈനീസ് എക്കോണമി എങ്ങനെ ടപ്പ് എന്ന് വലിയൊരു ഗ്രോത്തിലേക്ക് എത്തി അല്ലേ? അപ്പോൾ ഇത് റൈസ് ഓഫ് ചൈനീസ് എക്കോണമി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ അഗൈൻ റിപ്പീറ്റ് ദിസ് വേർഡ്, ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഡെങ് സിയോപിങ്ങിൻ്റെ ഓപ്പൺ ഡോർ പോളിസിയൊക്കെ വൺ വേയുടെ ചോദ്യമായി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. നല്ലൊരു മാർക്ക് ക്രിസ്മസ് എക്സാമിന് നേടിത്തരാൻ ഈ ടോപ്പിക് നിങ്ങൾക്ക് സാധിക്കും, നോ ഡൗട്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോസും ലൈവ് സീരീസുമായി നമ്മൾ വീണ്ടും കാണും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ താങ്ക് യു സോ മച്ച്, ബൈ.